ഈ ഓഫീസർ ഒരു ആപ്പിൾ കടിച്ചു. അപ്പോൾ ഈ തടവുകാരൻ ഒരു ഗ്രനേഡ് പുറത്തെടുത്ത് കടിച്ചു കഴിക്കുന്നത് പോലെ കാണിച്ചു. തടവുകാരന്റെ പുഞ്ചിരി കണ്ട് ഉദ്യോഗസ്ഥന് ദേഷ്യം വന്നു. അയാൾ അവന്റെ വയറ്റിൽ ശക്തമായി ഇടിച്ചു. പെട്ടെന്ന് അവൻ ശക്തമായി ഛർദ്ദിച്ചു. ഒരു നീണ്ട റിബൺ വായിൽ നിന്ന് വലിച്ചെടുത്ത് അതിന്റെ അറ്റത്ത് ജർമ്മൻ സാമ്രാജ്യത്തിന്റെ സിംബൽ ഉണ്ടായിരുന്നു. ഓഫീസറുടെ മുഖം മാറി. ഇതെല്ലാം എന്താണെന്ന് അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. പെട്ടെന്ന് ഒരു അലാറം ക്ലോക്കിന്റെ ശബ്ദം കേട്ടു. ഒരു പട്ടാളക്കാരൻ തന്റെ പക്കലുണ്ടായിരുന്ന ക്ലോക്ക് തപ്പി നോക്കി. പക്ഷേ ക്ലോക്ക് തടവുകാരൻ തന്റെ പിറകിൽ നിന്നെടുത്തു. തന്റെ ക്ലോക്ക് തടവുകാരന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് അയാൾ അതിശയിച്ചു. അയാൾ കൈ ഉയർത്തി അവനെ അടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും അത് അയാളുടെ പക്കലെത്തി. എല്ലാ പട്ടാളക്കാരും ഗൗരവം ഉപേക്ഷിച്ച് ചിരിക്കാൻ തുടങ്ങി. അവനൊരു കോമാളിയെ പോലെ പെരുമാറുകയും പല അഭ്യാസങ്ങളും കാണിക്കുകയും ചെയ്തു. പക്ഷെ ഇതെല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് അവർ അറിഞ്ഞില്ല. പട്ടാളക്കാർ ഇത് ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ ഒരു വിഡ്ഢിയെ പോലെ പെരുമാറി. പെട്ടെന്ന് അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓഫീസർ ഉടൻ തന്നെ പിന്തുടരാൻ ഉത്തരവിട്ടു. അവർ വാതിൽക്കലെത്തിയപ്പോൾ തടവുകാരൻ ഒരു വീപ്പ് കുറ്റി തലയിലിട്ട് ഓടുന്നത് കണ്ടു. പട്ടാളക്കാർ വീണ്ടും ചിരിച്ചുകൊണ്ട് അവനെ പിന്തുടർന്നു. പക്ഷേ വീപ്പ് നിലത്ത് വീണയുടനെ തടവുകാരൻ അപ്രത്യക്ഷനായി. പട്ടാളക്കാർ പരിഭ്രാന്തനായി എല്ലായിടത്തും തെരഞ്ഞു. പക്ഷെ അവനെ കണ്ടെത്താനായില്ല. പെട്ടെന്നൊരു പൂച്ചയുടെ മ്യാവ് ശബ്ദം കേട്ടു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് തടവുകാരന്റെ മറ്റൊരു തന്ത്രമാണെന്ന് മനസ്സിലായി. എല്ലാവരും വീണ്ടും ചിരിച്ചു. തടവുകാരന്റെ മണ്ടത്തരങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഓഫീസർക്ക് അസ്വസ്ഥത തോന്നി തുടങ്ങി. തടവുകാരന്റെ പ്രവൃത്തികൾ സാധാരണമല്ലെന്ന് അയാൾ മനസ്സിലാക്കി. അവനെ കീഴടങ്ങാൻ നിർബന്ധിക്കാൻ ഒരു പെൺകുട്ടിയെ ബന്ധിയാക്കി. പെൺകുട്ടിയുടെ അവസ്ഥ കണ്ട് തടവുകാരൻ വേഗത്തിൽ കീഴടങ്ങുന്നതായി നടിച്ചു. പക്ഷെ അടുത്ത നിമിഷം ഓഫീസർ ഞെട്ടിപ്പോയി. തടവുകാരൻ ആരും പ്രതീക്ഷിക്കാത്ത കാര്യം ചെയ്തു. അവൻ താഴേക്ക് ചാടി. എല്ലാ സൈനികരും അവനെ പിടിക്കാൻ മുന്നോട്ട് ചാടി. പക്ഷെ ബന്ധിയായ പെൺകുട്ടി അപ്രത്യക്ഷയായത് അവർ ശ്രദ്ധിച്ചു. സൈനികരോട് ജാഗ്രത പാലിക്കാൻ ഓഫീസർമാർ നിർദ്ദേശിച്ചു. പക്ഷെ വളരെ വൈകിയിരുന്നു. പെട്ടെന്ന് വെടിമഴ പെയ്തു. എല്ലാ ജർമ്മൻ പട്ടാളക്കാരെയും തീർത്തു കളഞ്ഞു. ഒരു സൈനികൻ മാത്രം രക്ഷപ്പെട്ടു. അയാൾ ആശ്വാസത്തിന്റെ ഒരു ദീർഘനിശ്വാസം എടുത്തു. പക്ഷെ മരിച്ചുവെന്ന് കരുതപ്പെട്ട തടവുകാരൻ പതുക്കെ എഴുന്നേറ്റ് നിന്ന് ശാന്തമായി കൈ ഉയർത്തി. അടുത്ത നിമിഷം